പ്രിയമുള്ള സഹോദരന്മാരോട്, എന്റെ പ്രിയമുള്ള മഹല്ല് നിവാസികളോട്, എന്റെ പ്രിയമുള്ള ഉമറാക്കളോട് ഒരൊറ്റ കാര്യം ബഹുമാനപ്പെട്ട മുൻ പ്രാസംഗികന്മാരൊക്കെ പറഞ്ഞതുപോലെ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതിനൊക്കെ മറുപടി പറയുക എന്നത് തങ്ങൾ ഉസ്താദിന്റെ സ്വഭാവമല്ല. ഞങ്ങളെയും അതിനനുവദിച്ചിട്ടില്ല. പക്ഷേ മറുപടി പറയേണ്ടി വന്നാൽ പറയുകയും ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനം അതിന്റെ മുഷാവറ എടുക്കുന്നുവെങ്കിൽ ചാടിയിറങ്ങി ഒരു തീരുമാനവും എടുക്കാറില്ല. അത് എത്രമേൽ സ്പഷ്ടമാണെന്ന് തോന്നിയാൽ പോലും ഇപ്പോൾ കഴിഞ്ഞ മുഷാവറയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വളരെ വ്യക്തമായ ഒരു തീരുമാനമാണ്. പക്ഷെ അത് പത്രത്തിൽ കൊടുക്കുന്നതിന്റെ മുമ്പ് നമുക്ക് ഒന്നുകൂടെ ആലോചിക്കണമെന്ന് തങ്ങൾ ഉസ്താദ് പറഞ്ഞതിന്റെ പേരിലാണ് അത് പത്രത്തിൽ വരാത്തത്. അത്രയും വ്യക്തമായിരുന്നിട്ട് പോലും വീണ്ടും ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മുഷാവറ 40 പണ്ഡിതന്മാരിരുന്നു കൊണ്ട് അവർക്ക് തോന്നിയതുപോലെ ഒരു തീരുമാനവും എടുക്കാറില്ല. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പ്രത്യേകിച്ച് മുഷാവറ കൂടേണ്ടി വന്നാൽ അതുകൂടി ചർവിടം നടത്തി കൃത്യമായി ചർച്ചകൾ നടത്തി കിതാബ് പരിശോധിക്കേണ്ടത് അതിന് ആളുകളെ ചുമതലപ്പെടുത്തി കൃത്യമായ ചർച്ച നടന്നിട്ടല്ലാതെ ഇന്ന് വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ അതെടുത്തൊരു തീരുമാനവും അതിന് തിരുത്തേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് അഹങ്കാരം പറയല്ല, അത്രയും സൂക്ഷ്മതയോടുകൂടെ മാത്രമേ തീരുമാനമെടുക്കാറുള്ളൂ എന്ന് മാത്രമാണ് അതിന്റെ അർത്ഥം. എല്ലാ തീരുമാനവും അങ്ങനെ തന്നെയാണ്. ഇവിടെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആദർശ വിശുദ്ധി നശിപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്നതിന്റെ പേരിലാണ് CIC-യുടെ അതിനെതിരെ തീരുമാനമെടുക്കേണ്ടി വന്നത്. അതിനെ നശിപ്പിക്കാനല്ല, അതിൽ ആദർശ വിശുദ്ധിക്ക് കോട്ടം തരുന്നത് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, അതിന് നേതൃത്വം നൽകുന്നവരിൽ അപാകതയുണ്ടെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ 3ഉം 4ഉം 5ഉം വട്ടം ചർച്ച ചെയ്തതിന് ശേഷം അവസാനം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട സമയത്ത് മഹാനായ MT ഉസ്താദ് പറഞ്ഞത്, ഇനിയും ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുഷാവറ പിരിഞ്ഞാൽ നമ്മുടെ ഓരോ ഖദമും അള്ളാഹുവിന്റെ ഗളബിലേക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കുക എന്ന് റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ടെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് ആ നയം മാറ്റിയേ പറ്റൂ. ആ നയം മാറ്റാതെ സമസ്തയുടെ തീരുമാനം മാറ്റുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആദർശ വിശുദ്ധിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാതെ അതോടൊപ്പം സമൂഹത്തിന്റെ അന്തസ്സിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അവരുടെ വൈജ്ഞാനിക, ധാർമ്മിക, സാംസ്കാരിക പുരോഗതിക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് മറ്റിതര സമുദായങ്ങളോടും മറ്റിതര ആളുകളോടും ഒക്കെ എങ്ങനെ സമീപിക്കണം, ആ ഒരു സ്നേഹവും ആ ഒരു സൗഹാർദ്ദവും എങ്ങനെ നിലനിർത്തണം എന്നിത്യാദി കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് വേണ്ടതുപോലെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തോട് നാം യഥാർത്ഥത്തിൽ ശരിക്കും കടപ്പെട്ട് കിടക്കുകയാണ്. ആ കടപ്പാടിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്.